ഹായ് കൂട്ടുകാരെ, ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസറുകളാണ്. പരീക്ഷയ്ക്ക് പതിവായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസറുകൾ. ഞാൻ അമൽ ആന്റണി. കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്താണ് മഞ്ചേശ്വരം. ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിന്റെ എത്ര ശതമാനമാണ് കേരളം? 1.18%. കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശം കുണ്ടറയാണ്. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായി കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. തനിമ, കൃതിക എന്നീ പദ്ധതികൾ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ നടപ്പാക്കുന്നവയാണ്? കൈത്തറി. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് നീണ്ടകരയിലാണ്. AICBയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ് എവിടെ? ബ്രഹ്മപുരം. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലമേതാണ്? നിലമ്പൂർ. കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത 183 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഗിണ്ടിഗണം മുതൽ കൊല്ലം വരെയാണ്. കേരളത്തിന്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടക. കേരളത്തിലെ ആകെ താലൂക്കുകളുടെ എണ്ണം എത്ര? 77. എക്കൽ മണ്ണ്, ചെങ്കൽ മണ്ണ്, കറുത്ത മണ്ണ്, പർവ്വത മണ്ണ്. ഇവയിൽ ജൈവസമ്പുഷ്ടമായ മണ്ണിനമേതാണ്? പർവ്വത മണ്ണ്. പക്ഷി നിരീക്ഷകനായ ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. മാസ്റ്റർ വീവർ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കുടിൽ വ്യവസായം കൈത്തറി. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കൊച്ചിയിൽ. പള്ളിവാസൽ പദ്ധതി ഏതു നദിയിലാണ്? മുതിരപ്പുഴ. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച വർഷം 1972. കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത 744 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ തിരുമംഗലം മുതൽ കൊല്ലം വരെയാണ്. കേരള പട്ടികജാതി പട്ടിക വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം തൃശ്ശൂരാണ്. കേരളത്തിലെ തെക്ക് വടക്ക് നീളം എത്ര കിലോമീറ്റർ ആണ്? 560 കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏറനാട്. കേരളത്തിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം ലക്കിടി. വയനാട്ടിൽ ലക്കിടിയാണ് കേരളത്തിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം. കേരളത്തിലെ നെൽകൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണിനമേതാണ്? എക്കൽ മണ്ണാണ്. നെയ്യാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരം ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത വ്യവസായം ഏതാണ്? കയർ. കേന്ദ്ര മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? കൊച്ചിയിൽ. ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ആദ്യ മിനി ജലവൈദ്യുത പദ്ധതിയായ മീൻവല്ലം ഏത് പുഴയിലാണ്? തൂതപ്പുഴയിൽ. മണിയാർ സ്ഥിതി ചെയ്യുന്ന ജില്ല പത്തനംതിട്ട. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 966 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഫെറോക്ക് മുതൽ പാലക്കാട് വരെയാണ്. കേരളത്തിന്റെ വിസ്തീർണം എത്ര ചതുരശ്ര കിലോമീറ്റർ ആണ്? 38,863 കിലോമീറ്റർ ആണ്. ചതുരശ്ര കിലോമീറ്റർ ആണ്. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കോർപ്പറേഷൻ കണ്ണൂർ. കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ചിന്നാറാണ്. ഇടുക്കിയിലെ ചിന്നാർ. കേരളത്തിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത് എപ്പോൾ? ഡിസംബർ മുതൽ ഫെബ്രുവരി മാസം വരെയാണ്. പക്ഷിപ്പാതാളം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? വയനാട്ടിൽ. കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ആയ ഡറാസ് മെയിൽ ആലപ്പുഴയിൽ സ്ഥാപിതമായത് ഏതു വർഷത്തിൽ? AD 1859. ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം കേരളമാണ്. ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷി എത്രയാണ്? 780 മെഗാവാട്ട്. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ആണ് മണിയാർ. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 85 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതെല്ലാം? കൊച്ചി മുതൽ ടോണ്ടി പോയിന്റ് വരെയാണ്. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഭാരതപ്പുഴയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂമേഖല മലനാട്. ഭാരതപ്പുഴയെ വെള്ളിയാങ്കാട്ടു കായലുമായി ബന്ധിപ്പിക്കുന്നത് പൊന്നാനി കനാലാണ്. മലപ്പുറത്തെ പൊന്നാനി കനാൽ. കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇടിമിന്നലോടുകൂടി പെയ്യുന്ന വേനൽമഴ ഏത് പേരിൽ അറിയപ്പെടുന്നു? മാംഗോ ഷവർ.
ലോക മണ്ണ് ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 5-നാണ്. കേരളത്തിലെ രണ്ടാമത്തെ ദേശീയ ഉദ്യാനത്തിന്റെ പേരെന്താണ്? സൈലന്റ് വാലി. പെരിയാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കി ജില്ലയിൽ. KSEB സ്ഥാപിതമായ വർഷം 1957 മാർച്ച് 31-നാണ്. ഏറ്റവും സുരക്ഷിതവും ചെലവ് കുറഞ്ഞതുമായ പാരമ്പര്യേതര ഊർജം സൗരോർജം. കേരള മത്സ്യഫണ്ടിന്റെ ആസ്ഥാനം തിരുവനന്തപുരം.